ലോകകപ്പ് വേദി മാറ്റണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ നിന്ന് വേദി മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തള്ളിയതായാണ് സൂചന. ഇന്ത്യയിൽ കളിക്കാൻ ബംഗ്ലാദേശ് ടീമിന് യാതൊരു സുരക്ഷാ ഭീഷണിയുമില്ലെന്ന് ICC സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തി. ഇതിനിടെ ICCയെ ഉദ്ധരിച്ച് ബംഗ്ലാദേശ് കായിക മന്ത്രാലയ ഉപദേഷ്ടാവ് ആസിഫ് നസ്രുൾ നടത്തിയ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് ജയ്ഷ അധ്യക്ഷനായ ICC വ്യക്തമാക്കി. ലോകകപ്പിന് തൊട്ടുമുമ്പ് നയതന്ത്ര കായിക തലങ്ങളിൽ നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത്. ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ IPLൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് സുരക്ഷാ ആശങ്കയുമായി BCB രംഗത്തെത്തിയത്. എന്നാൽ ICCയുടെ സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇന്ത്യയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കണ്ടെത്തി. ബംഗ്ലാദേശ് ടീമിന് ഇന്ത്യയിൽ പ്രത്യേക ഭീഷണിയില്ല. മത്സരവേദികളായ കൽക്കത്ത ഈഡൻ ഗാർഡൻസ്, മുംബൈ വാങ്കഡെ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ പൂർണ്ണ സുരക്ഷിതമാണ്. വേദി മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് ICC BCBയെ അറിയിച്ചതായാണ് വിവരം. വിവാദങ്ങൾക്ക് എരിവ് പകർന്നത് ബംഗ്ലാദേശ് കായിക മന്ത്രാലയ ഉപദേഷ്ടാവ് ആസിഫ് നസ്രുളിന്റെ വാർത്താ സമ്മേളനമാണ്. ബംഗ്ലാദേശിന്റെ ആവശ്യങ്ങൾ ICC അംഗീകരിച്ചുവെന്നും മുസ്തഫിസുർ റഹ്മാനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് പ്രശ്നമാകുമെന്ന് ICC സമ്മതിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ വാദങ്ങളെ ICC അധ്യക്ഷൻ ജയ്ഷ നേരിട്ട് തള്ളി. ആസിഫ് നസ്രുൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. മുസ്തഫിസുറിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് സുരക്ഷാ പ്രശ്നമാകുമെന്ന് ICC ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ICCക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ICC വൃത്തങ്ങൾ വ്യക്തമാക്കി. ധാക്കയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആസിഫ് നസ്രുൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ICC അയച്ച കത്തിൽ 3 കാര്യങ്ങൾ സുരക്ഷാ ഭീഷണിയായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 1. മുസ്തഫിസുർ റഹ്മാന്റെ സാന്നിധ്യം. 2. ബംഗ്ലാദേശ് ജേഴ്സി ധരിച്ചെത്തുന്ന ആരാധകർ. 3. ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ്. ഈ പ്രസ്താവനയാണ് ICC ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. തലയൂരാൻ BCB. മന്ത്രിയുടെ പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി BCB രംഗത്തെത്തി. ആസിഫ് നസ്രുൾ സൂചിപ്പിച്ചത് ICCയും BCBയും തമ്മിലുള്ള ആഭ്യന്തര ചർച്ചകളെക്കുറിച്ചാണെന്നും അത് ICCയുടെ ഔദ്യോഗിക മറുപടിയല്ലെന്നും BCB പ്രസ്താവനയിൽ അറിയിച്ചു. വേദി മാറ്റണമെന്ന ആവശ്യത്തിൽ ICCയുടെ ഔദ്യോഗിക മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ ഇന്ത്യയിൽ തന്നെ കളിക്കേണ്ടി വരുമെന്ന സൂചനയാണ് ICC നൽകുന്നത്. മന്ത്രിയുടെ പ്രസ്താവനയിലൂടെ പ്രതിരോധത്തിലായ BCBക്ക് ഇനി വഴങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല.